റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. അതിലെ ഉമാ തോമസ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിൽ പക്ഷെ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. സ്വാഭാവികമായിട്ടും എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. അഖില് വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആത്മഹത്യ ചെയ്തേനെ 3 പ്രാവശ്യം. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ഒരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. അല്ല, വായിക്കാറിയാൻ പാടില്ല, ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. 2, അവർ ഒരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. മതി വിസ്താരം മതി.